എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണമൊക്കെ വരികയല്ലേ. ഓണസദ്യയ്ക്ക് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന കുട്ടികൾ മുതൽ വലിയവർ വരെ കഴിക്കുന്ന സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ലൊരു സ്വാദാണ് ഇത്. തൃശ്ശൂർ, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ സദ്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കറി തന്നെയാണ് കേട്ടോ. നല്ല ക്രീമിയായി കുറുകിയ ഒരു സ്റ്റൂ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനുവേണ്ടി ഞാനിവിടെ 2 സവോള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് വലുതാണ്, ഒരെണ്ണം മീഡിയം സൈസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 പൊട്ടറ്റോ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ കുറച്ച് വലുപ്പമുള്ളതാണ് ഒരെണ്ണം, മറ്റേത് 2 മീഡിയം സൈസിലുള്ളതാണ്. എപ്പോഴും ഇഞ്ചി കുറച്ചധികം ഇതിന് നിൽക്കണം. അപ്പോൾ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള, ഇത്രയും വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർക്കുക കേട്ടോ. ഇത്രയും നമുക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കണം. സവോള ഞാൻ കനം കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വളരെ കനം കുറഞ്ഞ് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. ഇനി ഞാനിതൊരു കുക്കറിലാണ് വെക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പം കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ ഒരല്പം എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നത്, നമുക്ക് അടി പിടിക്കാതിരിക്കാനും മാത്രമല്ല നമ്മൾ കഷ്ണം വറക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണോട് കൂടി വേകുമ്പോൾ നല്ലൊരു സ്വാദാട്ടോ കഷ്ണങ്ങൾക്ക്. ഇങ്ങനെ നമ്മൾ സദ്യയ്ക്ക് തൊടുകറിയായിട്ട് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. സവോള കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇലയിൽ നമ്മൾ വിളമ്പുമ്പോൾ അങ്ങനെ ഒഴുകി പോരുതല്ലോ, ആ രീതിയിലാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വെള്ളമല്ല ചേർക്കേണ്ടത്. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുഴി നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് 2ാം പാല് ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് പറയുമ്പോൾ എപ്പോഴും കഷ്ണങ്ങൾ കഴിഞ്ഞിട്ട് 1 ഇഞ്ച് താഴെ വേണം കേട്ടോ വെള്ളം നിൽക്കാൻ. ഇതുപോലെ വെള്ളം കുറച്ച് താഴ്ന്നിട്ട് വേണം കേട്ടോ നിൽക്കാൻ, ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് അധികമാവും. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 പൊട്ടറ്റോ അല്ലേ, അത് ഒരെണ്ണം വലുതായതുകൊണ്ടാണ് 3 എടുത്ത്. നേരെ മറിച്ച് മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് നിങ്ങളുടെ കയ്യിലെന്ന് വെച്ചാൽ 4 പൊട്ടറ്റോ എടുക്കണം കേട്ടോ. അപ്പോൾ അത് 2 മീഡിയം സൈസിലുള്ള സവോളയ്ക്ക് 4 പൊട്ടറ്റോ, അതാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന 2ാം പാല് ഏകദേശം കഷ്ണം ഇട്ടതിന് ശേഷം 1 ഇഞ്ച് താണിട്ടാട്ടോ നിൽക്കുന്നത്. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് 1-2 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി എനിക്ക് തോന്നുന്നു കൂടുതലും പാലക്കാട് ഭാഗങ്ങളിലാണ് സദ്യയിൽ കാണാറുള്ളത്. ഓലന് പകരം സ്റ്റൂ എന്നുള്ള രീതിയിലാണ് കാണാറ്. തൃശ്ശൂർ ഭാഗത്തേക്ക് കൂടുതലും ഓലനാണ്, പക്ഷേ സ്റ്റൂവും വെക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ കുക്കറ് വിസിലെല്ലാം വന്ന് കഷ്ണമെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാല് വിരിഞ്ഞ പോലെ തോന്നില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, 2ാം പാൽ ഒഴിക്കുമ്പോൾ ഇതുപോലൊരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി മെല്ലെ നമുക്ക് കഷ്ണമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നതിന് പകരം വേണമെങ്കിൽ വേവിച്ച് ഉടച്ച് ചേർക്കുന്ന രീതിയുണ്ട് കേട്ടോ. സ്റ്റൂ പലതരത്തിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുക അല്ലേ. ഈ പാലക്കാട് ഭാഗങ്ങളിൽ അതുപോലെ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൂ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒഴിച്ചുകറിയായിട്ട് നമ്മൾ, അതായത് അപ്പത്തിനും ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റൂവിന് തികച്ചും വ്യത്യാസമാണ് കേട്ടോ ഈ രീതിയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഏകദേശം 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറിയ മധുരത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാവുക. വളരെ കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. നമുക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1ാം പാല്, ഏകദേശം 1/2 ഗ്ലാസ് 1ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇത് അതുപോലെ തിളവന്ന സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂവി അതുപോലെ തന്നെ 1 തണ്ടോ 2 തണ്ടോ കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പരുവം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് ലൂസായ പോലെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം കുറുകൂട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലയിൽ വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ആൾ നീങ്ങി പോവാത്ത രീതിയിലുള്ള ഒരു പരുവത്തിലാണ് കിട്ടുക. അങ്ങനെ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള സ്റ്റൂ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയും മണം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എരിവില്ലാത്ത ഒരു കറിയാണ് നമ്മുടെ സദ്യയിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണണം, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന ഇതുപോലുള്ള റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുള്ളൂ. ഓണവിഭവങ്ങളൊക്കെ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സദ്യ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാം കേട്ടോ. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക്